ഇത്രയും സ്നേഹമുള്ളവരെ, പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യ സമിതിയും സംയുക്താഭിത്ത് നടത്തുന്ന പുസ്തക നിരൂപണത്തിലെ 58ാം പുസ്തക ദിന ആചരണ പരിപാടിയിലേക്ക് ഇന്ന് 5ാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നൈൽ ഡയറി എന്ന് പറയുന്ന പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത്. SK പൊറ്റക്കാടാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. 4000-ഓളം കിലോമീറ്റർ നീളമുണ്ട് നൈൽ നദിക്ക്. പുരാതന സംസ്കാരങ്ങളും നിബിഡ വനങ്ങളും ക്രൂരരായിട്ടുള്ള ജീവജാലങ്ങളും ഒക്കെ കൊണ്ട് പ്രകൃതി സമ്പത്ത് കൊണ്ടെല്ലാം സമ്പന്നമാണ് നൈൽ നദി എന്ന് പ്രവേശേഷിയ. ഒട്ടകപക്ഷിയെ തൊട്ട് അങ്ങ് കൃഷ്ണ സർപ്പങ്ങൾ വരെ ഈ പറയുന്ന നൈൽ നദീ തീരങ്ങളിൽ കാണാം. സുഡാനും ഈജിപ്തും അല്ലെങ്കിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന മിക്കവാറുമുള്ള രാജ്യങ്ങളെല്ലാം നൈൽ നദിയുടെ സംസ്കാരങ്ങളെയൊക്കെ നന്നായിട്ട് ശക്തമായിട്ട് ഒപ്പിയെടുക്കുന്നത് നമ്മൾ പ്രതിബന്ധിച്ചും കാണാം. വിക്ടോറിയ വെള്ളച്ചാട്ടം നൈൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല വിക്ടോറിയ തടാകവും റിപ്പൺ വെള്ളച്ചാട്ടവും കൂടി ചേരുമ്പോഴാണ് നൈൽ നദി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വേമനാട്ട കായൽ പോലെ കിടക്കുന്നുണ്ടെങ്കിലും ആൽബർട്ട് തടാകത്തിൻ്റെ ആകാശ കാഴ്ചകൾ കാണുകയാണെങ്കിൽ കോങ്കോ കന്നുകളെ പോലെ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു കാവ്യ ഭംഗി പോലെ നമുക്ക് പ്രത്യേകിച്ചോട്ടും കാണാം. പ്രത്യേകിച്ചും അറബികളും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ആദിവാസികളും അപരിഷ്കൃതരായിട്ടുള്ള കാട്ടുവാസികളും ഒക്കെ കൂടി ചേരുന്ന അതിൻ്റെ കൂട്ടത്തിൽ പ്രവാസികളായി ഇന്ത്യക്കാരൊക്കെ കൂടി ചേർന്ന് നൈൽ സംസ്കാരത്തെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു സംസ്കാരമായിട്ട് ലോകത്തെമ്പാടും അവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ യാതൊരു തെറ്റുമാനും പറയാൻ പറ്റുകൊടുത്തില്ല. പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ ഇതുവരെ ഒരു മനുഷ്യജീവി പോലും കണ്ടെത്താത്ത അജ്മാനി എന്ന ഗ്രാമത്തിൽ ഒരു മനുഷ്യജീവി പോലും ഇതുവരെ ചെന്ന് കയറാത്ത അജ്മാനി ഗ്രാമത്തിൽ നമ്മുടെ SK പൊറ്റക്കാട് വന്നു കയറിയത് അത്ഭുതത്തിന് വകയുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറയുന്നത് ഇസ്ലാമരും ക്രൈസ്തവരും ഉൾക്കൊള്ളുന്നൊരു വിശാലമായ സംസ്കാരമാണ്. പ്രത്യേകിച്ചും എന്നൊക്കെ പറഞ്ഞാൽ നൈൽ നദിയെങ്കിലും പ്രത്യേകിച്ചും ഒരുപാട് ചൂഷണങ്ങൾ പ്രത്യേകിച്ചും ഈ പറയുന്ന നൈൽ സംസ്കാരം നേരിടുന്നുള്ളത് ചരിത്രാതീത കാലം തൊട്ടും ഇന്നും വർത്തമാനം സമകാലികാലമൊക്കെ ഖേദകരം അത് എടുത്തു പറയുന്നത് അതൊരു അന്ധതയും ഒരു ഖേദകരമായിട്ടുള്ളൊരു വസ്തുതകളാണ്. പ്രത്യേകിച്ചും SK പൊറ്റക്കാടിൻ്റെ 4000-ഓളം 7 ദിവസം കൊണ്ട് അദ്ദേഹം 8400 കിലോമീറ്ററുകൾ താണ്ടി. പ്രത്യേകിച്ചും എന്നൊക്കെ പറഞ്ഞാൽ ആദിവാസികളുടെ അറിവില്ലായ്മയും ആദിവാസികളുടെ വിചിത്ര വേഷങ്ങളും അവരുടെ നഗ്നതയും അതുപോലെ സംബന്ധിച്ചുള്ള പൊതുവെ ഹിപ്പോപ്പൊട്ടമസും അതുപോലെ ആനകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ഈ അത്ഭുതകരമായിട്ടുള്ള യാത്ര തീർച്ചയായും നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. ഇത് വായിച്ച് അറിഞ്ഞ് നമുക്ക് ഈ സന്തോഷം ഇത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നൈൽ ഡയറി ഒരു സ്വർഗീയ ആനന്ദമായിട്ട് നമ്മുടെ വായനക്കാരുടെ മനസ്സിൽ ഇത് അങ്ങോട്ട് ഇടം പിടിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തക നിരൂപണത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടി അവസാനിപ്പിക്കാം. ചിലപ്പോൾ ചില ചീഞ്ഞ സത്യങ്ങളും മരത്തടികളും കൂടിക്കലർന്നാണ് ഈ സൂട്ട് തുരത്തുകൾ ഒഴുക്കിൻ്റെ മർദ്ദനം കൊണ്ട് കുറച്ചുകൂടി ചങ്ങാടം പോലെയായിത്തീരുന്നു. ആന കയറി നിന്നാലും താഴ്ന്നു പോകാത്ത പൊങ്ങുനിലങ്ങൾ 20 അടി കനത്തിൽ 25 മേൽ നീളമുള്ള സൂട്ട് തുരത്തുകൾ എന്നും നൈൽ നദിയിലുണ്ട്. എല്ലാവരും പുസ്തക നിരൂപണ പരിപാടി കാണണം, വിലയിരുത്തണമെന്ന് പഠിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പിടിച്ചെടുക്കുന്നു. നന്ദി, നമസ്കാരം.